ഡേ 2 അല്ലെങ്കിൽ ഡേ 3 തന്നെ ജാസ്മിൻ ഉറപ്പിച്ചു, ഇതാണ് എന്റെ കംഫർട്ട് സോൺ. കാരണം അത് വിട്ടിട്ട് വേറൊരാളോടും ഫ്രണ്ട്ഷിപ്പിന് പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ആ ഒരു ആഗ്രഹമാണ് ജാസ്മിൻ അതിന്റെ അകത്ത്. നിങ്ങൾ എന്തിനാണ് അതിനെ വിളച്ചൊടക്കാൻ നിൽക്കുന്നത്? എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഇപ്പൊ എവിടെ നോക്കിയാലും ജബ്രി ജബ്രി ജബ്രി, ഇത് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നോ, വേറൊരു കണ്ടന്റ് തപ്പിയിട്ട് കിട്ടുള്ള ആകെക്കൂടെ ഉള്ളത് ഈ ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെ പറ്റി തന്നെ സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ജബ്രി ജബ്രി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ ജാസ്മിൻ ജാഫറും ഗബ്രിയും കൂടെ ഒരുമിച്ചപ്പോഴാണ് ജബ്രി ഉണ്ടായത്. അപ്പൊ ഈ ബിഗ് ബോസിനകത്ത് ഇപ്പൊ നടന്നിരിക്കുന്ന ഭയങ്കര ഗൊട്ടി ഗോഷ്ടിരിക്കുന്ന ഒരു കോംബോയാണ് ജബ്രി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോ ദിൽ റോബൊക്കെ പോലെ നമ്മൾ നോക്കണമെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഫാൻസ് ഉള്ള അങ്ങനെ ഗ്രൂപ്പ് ഒന്നും അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സ് മേടിച്ച് കൂട്ടിയിട്ടുള്ള ഒരു നമ്മുടെ കോംബോ എന്നൊക്കെ പറയാം ജബ്രി എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്കും പറയാം, തുടങ്ങിയ ടൈമിനകത്തൊക്കെ ഞാൻ പറയും ഈ ജാസ്മിൻ വന്നതിന് മുന്നേ തന്നെ, അതായത് ഈ കണ്ടസ്റ്റൻസിന്റെ ഫസ്റ്റ് പ്രഡിക്ഷനൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരാളായിട്ട് എനിക്ക് പ്രതീക്ഷ ഉണ്ടായ ഒരാളാണ് ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. പക്ഷെ പുള്ളിക്കാരി അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇമാതിരി കണ്ടന്റാണ് ഉണ്ടാക്കാൻ പോണതെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാര്യം അത്രയ്ക്കും വെറുപ്പിക്കലാണ് ഇപ്പൊ പുള്ളിക്കാരി അതിൻ്റെ ഉള്ളിൽ. കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോ ഞാൻ 2-3 ദിവസം കണ്ട്, 2-3 ഒരു 3-4 ഒരാഴ്ചത്തോളം തന്നെ കണ്ടെന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഈ വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഷോ കാണൽ തന്നെ ഇപ്പൊ നിർത്തി. അപ്പൊ ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഇടയ്ക്കൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നല്ല, നോക്കുമ്പോഴാണെങ്കിലേ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്. കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, നക്കുന്നു, എന്റെ പൊന്നോ. എന്നിട്ടാണെങ്കിൽ പറയും ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ പ്യുവർ ഫ്രണ്ട്സ്, പ്യുവർ സോൾ എന്നൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടിരിക്കും. എന്റെ പൊന്ന്, നിങ്ങൾക്ക് എന്താണ് അതായത് ഇപ്പോഴും കാണുന്നവരൊക്കെ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിട്ട് ഈ കാണിച്ചു കൂട്ടലുണ്ടല്ലേ. ജാസ്മിന്റെ ഭാഗത്തു നിന്നൊന്നും ഞാൻ ഇത്രയും തരം താഴ്ന്ന ഗെയിമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം പുള്ളിക്കാരി എന്നെ അവിടെ പോണതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്ന് ലവ് ട്രാക്ക് ഒന്നും കളിക്കൂല. എന്നിട്ട് പിന്നെ എന്ത് തേങ്ങയാണ് ആ ഇപ്പോൾ അവിടെ കളിച്ചോണ്ടിരിക്കണത്. എന്നിട്ട് ലവ് ട്രാക്ക് കളിക്കുകയും ചെയ്യാൻ, എന്നിട്ട് ലവ് ട്രാക്ക് എന്ന് സമ്മതിക്കാണ്ട് ഒരുമാതിരി ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പുള്ളിക്കാരി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാൻ പറ്റ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെലനോസ് പാർട്ടി വരെ പറ്റി, ജബ്രി എന്ന് പറഞ്ഞ കോംബോനെ പറ്റി പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഞാൻ പറയാൻ പറ്റിയ സാധനം ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഹെലനോസ് പാർട്ടി പറയണ കുറച്ചൊന്ന് കേട്ടു. ഒരു ഡേ 2 തൊട്ടിട്ട് ഡേ 2 അല്ലെങ്കിൽ ഡേ 3 തന്നെ ജാസ്മിൻ ഉറപ്പിച്ചു, ഇതാണ് എന്റെ കംഫർട്ട് സോൺ. കാരണം അത് വിട്ടിട്ട് വേറൊരാളോടും ഫ്രണ്ട്ഷിപ്പിന് പോകുന്നില്ല. ഗബ്രി തന്നെയാണ്. ഇവര് ഒരു വാഴയും സോഫയും ഉണ്ട്, അവിടെ ഇരുന്നിട്ട് ഇവര് അവിടെ തന്നെയാണ്, ഇവർ 24/7 അവിടെ തന്നെയാണ്, ഇവർ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഷീ സെഡ് ഇറ്റ്, ബിക്കോസ് എന്റെ കംഫർട്ട് സോൺ അതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ആ ഒരു ആഗ്രഹമാണ് ജാസ്മിൻ അതിന്റെ അകത്ത്. നിങ്ങൾ എന്തിനാണ് അതിനെ വിളച്ചൊടക്കാൻ നിൽക്കുന്നത്? ദേ വെർ വെരി ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, എന്തിനാണ് ഈ ഫ്രണ്ട്ഷിപ്പിന് നിങ്ങൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്താ കയ്യിലൊരു എന്താ പ്രശ്നം? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഹെൽനോസ് പാട്ട ഊക്കൊരു എക്സ്ട്രീം ഊക്കാണ് ഹെൽനോസ് പാട്ടയുടെ വീഡിയോനകത്ത്. അപ്പൊ നിങ്ങളത് കണ്ടു നോക്കണം, നല്ല കിടിലം വീഡിയോ ആണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്ന ആ ഓരോ കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത്. അതായത് ഇവരതിനകത്ത് എന്താണ് കാണിച്ചു കൂട്ടുന്നത്. ഇവര് ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നൊക്കെ പറഞ്ഞ് ആണ് ഇവർ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു രീതിക്ക് വേണം അത് പോർട്രേ ചെയ്യാൻ. അല്ലാണ്ട് ഇപ്പൊ 4 മണി വരെ അവിടെ ഇരുന്ന് അതേപോലെ തന്നെ കെട്ടിപ്പിടിച്ച് അതേപോലെ ഉമ്മ വെച്ച് നടന്ന് അതേപോലെ അങ്ങനത്തെ പല കലാപരിപാടികളും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. എന്നിട്ട് പറയുകയും ചെയ്യും ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന്. ഇതൊരുമാതിരി ഞങ്ങളെല്ലാം കാണിക്കുകയും ചെയ്യും, പക്ഷെ നിങ്ങളൊന്നും ചിന്തിക്കാനും പാടില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന്റെ പ്രശ്നമാണ്, അല്ലാണ്ട് ഞങ്ങൾ ചെയ്യണതിന്റെ കുഴപ്പമില്ല. ചിന്തിക്കണം നിങ്ങളുടെ മൈൻഡിന്റെ പ്രശ്നം. അപ്പൊ ഇത് കാണുന്നവരാരും പൊട്ടന്മാരല്ല എന്ന് ജാസ്മിനും അതേപോലെ ഈ ഇരിക്കുന്ന ഗബ്രി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന എന്താ പറയാ, കാര്യം ഇപ്പൊ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കണം ജാസ്മിന് വേണ്ടി സംസാരിക്കണം ഗബ്രിയും. നല്ലൊരു ഇതാണ് അവിടെ നടക്കുന്നത്. തോന്നുന്നില്ല ജാസ്മിൻ മഹാമണ്ടത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്തുള്ള ഫുട്ടേജസ് പുറത്ത് വരും എന്ന് ആൾക്കറിയാം. ബട്ട് ഐ തിങ്ക് ആള് വിചാരിച്ചിട്ടുണ്ടാവും ഇത് പുറത്ത് വരുമ്പോ അന്തം ഫാൻസുകൾ കുറെ ഉണ്ട്. ഈ അന്തം ഫാൻസുകള് ഇത് കണ്ണുംപൂട്ടി വിഴുങ്ങും എന്നായിരിക്കും ആള് വിചാരിച്ചത്. പക്ഷെ എനിക്ക് അയച്ചു വന്നിട്ടുള്ള എല്ലാ വീഡിയോസിന്റെ കമന്റ് ഞാൻ ഇരുന്ന് വായിച്ചു. മനസ്സിലായില്ലേ? കേരളത്തില് ഇപ്പം ഒരു 80% ആൾക്കാര് ഒരേപോലെയാണ് ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, ഇതൊരു സ്ട്രാറ്റജി ആണെന്നും അവരൊരു ഫ്രണ്ട് സോൺ അല്ല അത് എന്നുള്ളതൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, നമ്മൾ ബാക്കി 30% ബാക്കി 20% നമ്മള്. ഓക്കെ,
അങ്ങനെ ആവണം എന്നാണ് എന്റെ അഭിപ്രായം. അതെ അതെ, നമ്മൾ ബാക്കിയുള്ള 30%-ത്തിനകത്താണ് നമ്മൾ തീർച്ചയായിട്ടും ആവേണ്ടത്. കാര്യം ഇവർ എന്ത് കാണിച്ചാലും നമ്മളെല്ലാം കൂടെ കണ്ണും പൂട്ടി അങ്ങോട്ട് വിഴുങ്ങണം. ഓ ഇവർ ഫ്രണ്ട്സ് ആണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ വിശ്വസിക്കണം. അവരെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആണ്, ജാസ്മിനും ജാഫറും അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഗബ്രി എന്ന് പറഞ്ഞാൽ അവർ ഫ്രണ്ട്സ് ആണ്. അവരിപ്പോ ജബ്രി കോംബോയൊക്കെ ഉണ്ടാക്കി അവിടെ കെട്ടിപ്പിടിച്ച് നടന്നാലും നാളെ എന്തൊക്കെ അവിടെ ഇരുന്ന് എന്തൊക്കെ ചെയ്താലും നമ്മൾ അപ്പോഴും വിശ്വസിച്ചിരിക്കണം ഇവർ ഫ്രണ്ട്സ് ആണ്. എല്ലാം നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്, നമ്മുടെ മൈൻഡ് ഒന്നും ശരിയല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും അത് കാണുമ്പോഴത്തേക്കും, ബിഗ് ബോസ് കാണുമ്പോഴത്തേക്കും ഇപ്പൊ ബിഗ് ബോസും അവിടെ കിടന്ന് പരിശ്രമിക്കേണ്ട ആ ഒരു കോംബോ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സംഭവം ഒന്നും നടപടി ആവുന്നില്ല എന്നതാണ് അതിന്റെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ. അതൊന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും അവരവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കണ കാണുമ്പോഴത്തേക്കും ബിഗ് ബോസിന് അവിടെ നിന്ന് ക്യാമറ തിരിച്ചിട്ട് ആ ജിൻഡോ എന്ന് പറഞ്ഞിട്ട് ആ ജിമ്മനില്ലേ ആ പുള്ളീനെ ഒന്ന് കാണിച്ചാൽ തന്നെ ആ ഷോ നല്ല രീതിക്ക് ഓടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുടെ ഈ 2 തിരുമോന്ത കാട്ടണേ നല്ലത് മറ്റേ പുള്ളിക്കാരനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു എളിയൊരു അഭിപ്രായം എന്ന് പറഞ്ഞത്. നമുക്ക് ബാക്കിയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു വളരെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ജാസ്മിന്റെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാത്ത പക്ഷെ ഒരിക്കലും ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവളുടെ ഉപ്പയെ ഉമ്മയെ അവർ പറഞ്ഞയക്കില്ല. സോ ദേ നോ. ചിലപ്പോൾ ആള് വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, പാപ്പ ദാ നമ്മളെ ദീനും ഹറാമും ഒക്കെ സൈഡ് വെച്ചോ, ഞാൻ ബിഗ് ബോസിലേക്കാണ് പോകുന്നത്, അതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് തോന്നിയ പോലെ കളിക്കും, നിങ്ങൾ ഒന്നും അത് കണ്ട പോലെ നടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബിക്കോസ് മണി മാറ്റേഴ്സ് ബ്രോ. എൻഡ് ഓഫ് ദ ഡേ വാട്ട് മാറ്റേഴ്സ് മണി. പൈസയാണ് നമുക്ക് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ കേട്ടിട്ടില്ലേ പണത്തിന് മുകളിൽ പരുന്ത് പറക്കില്ല? ഇല്ല ഹേ. പണത്തിന്റെ മുകളിൽ എന്ത് ഹറാമ് എന്ത് ഹലാല് ഹേ, എന്ത് തട്ടം എന്ത് റമദാൻ മാസം എന്ത് നോമ്പ് ഹേ, അതൊന്നും ഉണ്ടല്ലോ, എന്ത് പെർഫ്യൂം. ഇപ്പൊ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിക്കണേ നിനക്ക് നിന്റെ മതമാണോ വലുത് അല്ലെങ്കിൽ നിനക്ക് പൈസയാണോ വലുത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പൈസയാണ് വലുതെന്ന്. കാരണം ഈ മതം കൊണ്ടൊന്നും എനിക്ക് ഒന്നും കിട്ടാൻ പോണില്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ ഈ ജാസ്മിൻ ജാഫർ ആണെങ്കിലും അതേപോലെ ചിന്തിച്ചതിന് ഞാൻ ഒരിക്കലും പുള്ളിക്കാരനെ തെറ്റു പറയില്ല. കാര്യം മണി എപ്പോഴും മാറ്റർ തന്നെയാണ്. കാര്യം അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജാസ്മിൻ ജാഫർ ആണെങ്കിലും ഇവിടെ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് പണിയെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനുള്ള വഴിയാണ് പ്രശ്നം. ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിനകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു സ്ട്രാറ്റജി അവിടെ കളിക്കുന്നതിലാണ് ഒരു പ്രശ്നം ഇരിക്കുന്നത്. അല്ലാണ്ട് പുള്ളിക്കാരി അവിടെ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിലോ നല്ല രീതിക്ക് ഇപ്പോൾ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലോ പല കാര്യങ്ങളും ഇപ്പോൾ അവിടെ കൊടുക്കുക. കണ്ടന്റ് എന്ന രീതിക്ക് ഈ ഒരു ഒറ്റ കണ്ടന്റ് മാത്രമല്ല ഇവർക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന, ഈ ലവ് ട്രാക്ക് കളിച്ചിട്ട് മാത്രമല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇപ്പൊ ജാസ്മിൻ ഈ ബിഗ് ബോസിനകത്തേക്ക് പോണതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഏത് ഇന്റർവ്യൂവിനകത്ത് ഇരുന്നത് ഞാൻ പെർഫ്യൂം ഒന്നും അടിക്കാറില്ല എന്നുള്ള രീതിക്ക് ഒരു സാധനം പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരി ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് പെർഫ്യൂം ഒക്കെ അടിച്ച് നടക്കുന്ന കണ്ടപ്പോഴത്തേക്കാണ് അങ്ങനത്തെ രീതിക്ക് പല ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ അതിനെ പറ്റിയാണ് മെയിനായിട്ട് ഹെല്ലോസ് പാർട്ടി ഇവിടെ പറയുന്നത്. അതായത് മെയിനായിട്ട് മണി മാറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് ചെയ്യൂല എന്ന് പറഞ്ഞ കാര്യങ്ങളും പലപ്പോഴും ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് കാണണം എല്ലാവരും. കാര്യം അതൊക്കെ കണ്ടിട്ട് നമ്മളെല്ലാം പൊട്ടന്മാരുടെ പോലെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമുക്ക് ബാക്കി കണ്ടു. ആൻഡ് നാളെയും ഐ ബിലീവ് ഇൻ കർമ്മ. ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് കിട്ടും. ആൻഡ് പേഴ്സണലി ഐ തിങ്ക് ഇനി ജാസ്മിന്റെ അന്തം ഫാൻസ് വന്നിട്ട് കൊണക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇറ്റ്സ് മൈ എന്റെ ഒപ്പീനിയൻ ആണിത്. ഐ തിങ്ക് കുറെ കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ഇഷ്യൂല് കുറെ പേര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ആ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്ക് അസ്ലേന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, കേസിക്കാന്റെ വീഡിയോന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കാണാം, ആൾക്കാർ ചിന്തിക്കുന്ന രീതി മാറുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പൊ ഹെല്ലോസ് പാർട്ടി ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ലാം ആർലി ജാസ്മിൻ ജാഫർ ആ ഒരു മുമ്പത്തെ ആ ഒരു വിഷയം ഉണ്ടല്ലോ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എനിക്ക് അതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിനകത്ത് ആയിരുന്നെങ്കിലും ഞാൻ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്ത ആ ഒരു വിഷയത്തിനകത്ത്. പക്ഷെ നമ്മൾ ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്കും ശരിക്കും ആ വിഷയം എങ്ങനെയാണ് തുടങ്ങിയത്? ആ ഒരു വിഷയം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ ജാസ്മിൻ ജാഫർ തന്നെയാണ് അവരുടെ ഇടയിനകത്തുള്ള വിഷയം കൊണ്ടുവന്നിട്ട് ഈ പബ്ലിക്കിനകത്ത് വന്ന് പറഞ്ഞ. അപ്പൊ ജാസ്മിൻ അല്ലേ അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു സംഭവം തുടങ്ങി വെച്ചത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ ആണ് അതിനകത്ത് ഫസ്റ്റ് തന്നെ ഒരു തുടക്കക്കാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു വിഷയത്തിനകത്തേക്ക് ഞാൻ ഇനി അധികം കടക്കല്ല. അപ്പൊ ഇപ്പൊ ഇതിന്റെ അടിയിൽ പല കമന്റുകളും കാര്യങ്ങളൊക്കെ പലരും അസ്ലേനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഇപ്പൊ പലരും പറയുന്നുണ്ട്. ഇനി എന്തായാലും ഇപ്പൊ ഇവർ ഇതിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടല്ല, ജബ്രി കുബ്രി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇതിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ജാസ്മിൻ പറയാൻ പോണെന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിന് ഗെയിമായിട്ട് കാണാൻ പറ്റാത്ത? ഞങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഫ്രണ്ട്സ് ആയിരുന്നു, അപ്പൊ ഞങ്ങൾ പുറത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ആദ്യം കുറച്ചാൾ പറയും. പിന്നെ ഇവർ തമ്മിൽ മൈൻഡും കൂടി ഇല്ല
വയ്യാത്തൊരവസ്ഥയാണ്. നമ്മൾ ഇതൊന്നും ആദ്യമായിട്ടല്ലല്ലോ കണ്ടിട്ടുള്ളത്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ഇതിന് മുമ്പ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര കെട്ടിപ്പിടിച്ചൊന്നും വിടാൻ പോലും പറ്റാത്ത രീതിക്ക് നിൽക്കും. എന്നിട്ട് അവസാനം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മൈൻഡും കൂടെ ചെയ്യാണ്ട് പല വഴിക്ക് പോകും. അതാണ് നമ്മൾ സ്ഥിരം കണ്ടിട്ടിരിക്കണ ഈ ജബ്രി എന്ന് പറഞ്ഞ ഇവരുടെ കാര്യത്തിലും എനിക്ക് അതൊക്കെ തന്നെ പറയാനുള്ളൂ. അതൊക്കെ തന്നെ എനിക്ക് മിക്കവാറും നടക്കാൻ പോകണം. ഇനി എന്തായാലും ഇവർക്കൊക്കെ ഇടയിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിക്കുള്ള സൈബർ ബുള്ളിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊന്നും അറിയാണ്ടല്ലല്ലോ ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. പിന്നെ ഇവർ എന്തിനാണ് ഈ പണിക്ക് നിൽക്കണതെന്നാണ്. അതായത് നിങ്ങൾ ഫേക്കായിട്ട് എന്തിനാണ് കളിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ റിലേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണേന്ന് തെറ്റില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പക്ക ഫേക്കാന്ന് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ എന്നിട്ട് നിങ്ങൾ ഇരുന്നിട്ട് വെറുതെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വെറുതെ ക്യാമറയുടെ ഫ്രെയിമിനകത്ത് കറക്റ്റായിട്ട് പോയിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ള കാണിക്കലും പരിപാടിയൊക്കെ ആണ് കാണുമ്പോഴാണ് പ്രശ്നം തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ.